മച്ചാമാരെ, ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരുന്ന ഇന്ന് 13ാമത്തെ ദിവസമാണ്. ഞങ്ങളിത് മൊത്തം മട്ടമാക്കി, സെൻസൈഡ് മട്ടം എല്ലാം കെട്ടി തീർത്തു. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ്. ഇത് ഈ കാണുന്നതാണ് ബെഡ്റൂം. അപ്പം ബെഡ്റൂമിലോട്ട് നമുക്ക് ആദ്യം അത് തന്നെ തുടങ്ങാം. പക്ഷേ ഈ ബെഡ്റൂമിൽ കയറുന്ന മുമ്പേ ഇവിടെ ഒരു പാസേജ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഈ പാസേജിൽ കയറിയിട്ടാണ് ബെഡ്റൂമിൽ കയറുന്നത്. അപ്പോൾ ബെഡ്റൂമിൽ കയറുമ്പോൾ ഒരു മീറ്റർ വീതിക്ക് കുറച്ച് പാസേജ് ഉണ്ട്. അപ്പോൾ അത് മാത്രമേ ഒരു ബോറായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ബെഡ്റൂമൊക്കെ ഏറ്റവും വലിയ ബെഡ്റൂമാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ ബെഡ്റൂമിൻ്റെ നേരെ കാണുന്നത് ഒരു 4 പാളിയിര ജനലാണ്. തടി തേക്കിൻ്റെയാണ്, തേക്കിൻ്റെ തടി. അതിൻ്റെ കമ്പി കൊടുത്തിരിക്കുന്നത് അലുമിനിയം പൈപ്പാണ്. പിന്നെ അത് ഈ കാണുന്നത് വാതിലല്ല, ഇതൊരു ജനലാണ്. അതായത് ഫുൾ ഗ്ലാസ് ആണ് ഇവിടെ വരുന്നത്. ഇതൊരു സിറ്റ് ഔട്ട് പോലെയാണ്. ഈ കാണുന്നതും ഫുൾ ഗ്ലാസ്സാണ്. ഈ നടുക്ക് കാണുന്നത് ഫുൾ ഗ്ലാസ്സും ഈ 2 സൈഡിൽ തുറക്കുന്ന രീതിയിലുള്ള ഗ്ലാസ്സുമാണ് ജനൽ പാളി. അതുപോലെ തന്നെ ഇതും വാതിലല്ല, ഇതും ഒരു ഗ്ലാസ്സാണ്, ഫുൾ ഗ്ലാസ്സാണ് വരുന്നത്. പിന്നെ റൂമിൻ്റെ വീതി എന്ന് പറയുന്നത് 18 അടി നീളമാണ്. 18 അടി നീളം, 14 അടി വീതി. ഏറ്റവും വലിയ ബെഡ്റൂമാണ്. പിന്നെ ഈ കാണുന്നതാണ് ടോയ്ലറ്റ് പോലുള്ള ഒരു പാസേജാണിത്. ടോയ്ലറ്റ് ഏകദേശം 12 അടി നീളം, 5.5 അടി വീതിയാണ് ടോയ്ലറ്റിൻ്റെത്. 5.5 അടി, ഏകദേശം 5.5 അടി ഉണ്ട്. പിന്നെ മച്ചാനെ, ഈ കാണുന്നതാണ് ഡ്രസ്സിങ് റൂം. ഇവിടുത്തെ ഡ്രസ്സിങ് റൂം നോക്കിയേ, നല്ല വലിപ്പമുണ്ട്. ഏകദേശം 13 അടി നീളമുണ്ട്. അപ്പോൾ ബെഡ്റൂം ഏറ്റവും വലിയ ബെഡ്റൂമാണ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഹോളാണ്, മെയിൻ ഹോള്. ഈ കാണുന്നത് വാതിലല്ല, ഈ കാണുന്നത് മുഴുവൻ ജനലാണ്. ഈ നടുക്ക് കാണുന്ന 2 പോർഷൻ, ഈ നടുക്കത്തെ തൂണെടുത്ത് മാറ്റും, അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അത് മൊത്തം ഗ്ലാസ് ആണ്. ഈ കാണുന്നതാണ് ഫ്രണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ വരുന്നത് ഒരു പൂജാമുറിയാണ്. പൂജാമുറിക്ക് മുമ്പ് ഇവിടെയാണ് സ്റ്റെയർ വരുന്നത്. അപ്പോൾ ആ സ്റ്റെയറിൻ്റെ നമ്മൾ കെട്ടിയിട്ടില്ല, കാരണം സ്റ്റെയറിൻ്റെ ലാൻഡിങ് അടിച്ചതിന് ശേഷമേ അത് കെട്ടുകയുള്ളൂ. ഈ കാണുന്നതാണ് പൂജാ റൂം. 2.10 ഹൈറ്റാണ് കട്ടള. നമ്മൾ സാധാ പൊക്കം തന്നെ 2.10, 25 സെൻറ്റിമീറ്റർ വീതിയാണ്, തേക്കിൻ്റെ തടിയാണ്. പിന്നെ 2 മീറ്റർ ഹൈറ്റുള്ള ഒറ്റപ്പാളി ഒരു ജനൽ. ഏകദേശം പൂജാമുറി എന്ന് പറയുന്നത് 10 അടി വീതി, 9 അടി നീളം ആണ് പൂജാമുറി. ഈ കാണുന്നത് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1 മീറ്ററിൻ്റെ 3 ജനലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് കിച്ചൺ. കിച്ചൺ എന്ന് വെച്ചാൽ നല്ല ഏറ്റവും വലിയ കിച്ചണാണ്. ഇവിടെ നമ്മൾ സ്ലാബ് അടിച്ചിട്ടില്ല, ഇവിടെ മോഡൽ കിച്ചണാണ്. അപ്പോൾ മോഡൽ സ്ലാബാണ് അടിക്കുന്നത്, അതുകൊണ്ടാണ് സ്ലാബ് അടിക്കാത്തത്. കിച്ചണിൽ ഫ്രണ്ട് ഡോറ്, പിന്നെ ഒരു പാളിയുടെ 2 ജനലാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന ഈ സൈഡാണ് സ്ലാബ് വരുന്നത്. അതായത് മറ്റേ മോഡൽ സ്ലാബാണ്, റെഡിമെയ്ഡാണ്. കിച്ചൻ്റെ അളവെന്ന് പറയുന്നത് 10 അടി വീതി, 15 അടി നീളം. അതാണ് നമ്മളെ കിച്ചൻ്റെ അളവ്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടെയാണ് ലിഫ്റ്റ് വരുന്നുണ്ട്. ഇവിടെ മേളിൽ പോകാനുള്ള ഒരു ലിഫ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങിയില്ല, അത് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇതൊരു ബാത്റൂമാണ്, ഇതൊരു കോമൺ ബാത്റൂമാണ്. ഇവിടെ ഒരു ഏകദേശം ചെറിയ ബാത്റൂമാണ്, 5 അടി നീളം, 6 അടി വീതി. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെ മറ്റേ ഈ വാഷ് സ്പേസൊക്കെ വെക്കാൻ വേണ്ടിയാണ്. ഈ കാണുന്നതാണ് അടുത്തൊരു ഹാള്, ഡൈനിങ് ഹാളിൽ കൂടി ചേർന്നുള്ള ഹാളാണ്. പിന്നെ ഇത് അടുത്ത 2ാമത്തെ ബെഡ്റൂമാണ്. ഏകദേശം 15 അടി നീളം, 13 അടി വീതിയാണ് ഈ ബെഡ്റൂമിനുള്ളത്. 2 പാളിയുടെ 2 ജനലാണ് വരുന്നത്, അത് 2 സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന ഡോറെല്ലാം 25 സെൻറ്റിമീറ്ററിൻ്റെ ഡോറാണ്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് റൂമാണ്. പിന്നെ ഈ കാണുന്ന ഒരു ബാത്റൂം. ഇത് ഏകദേശം 13 അടി നീളമാണ്. 13 അടി നീളം, 6 അടി വീതിയാണ് ഈ ടോയ്ലറ്റിൽ വരുന്നത്. നമുക്ക് റൂമെല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള റൂമാണ്, കാരണം നല്ല വലിപ്പമുണ്ട്. കട്ടളയുടെ പൊക്കം 2.10, 25 സെൻറ്റിമീറ്റർ ഹൈറ്റ് വീതിയാണ് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ഈ കാണുന്നതാണ്, ഇവിടെ ഒരു ഡോറും വരുന്നുണ്ട്, ബാക്കി മുഴുവൻ ഗ്ലാസ്സാണ്. നേരെ ഇറങ്ങുന്നത് സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക്, ഈ വീടിൻ്റെ വർക്ക് ഏകദേശം തീരാറാകുമ്പോഴേ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്ക് തുടങ്ങത്തുള്ളൂ. നല്ല സൗകര്യമുണ്ട്. നല്ല സ്വിമ്മിംഗ് പൂളൊക്കെ വരുമ്പം ഭയങ്കര ലുക്കായിരിക്കും. പിന്നെ ഇതൊരു ടോയ്ലറ്റാണ്, നമുക്ക് പുറത്തുനിന്ന് കയറാൻ വേണ്ടി ഒരു ടോയ്ലറ്റാണ്. പിന്നെ ഇത് അടുത്തൊരു ബെഡ്റൂമാണ്, അതായത് അവിടുത്തെ സ്റ്റാഫിനുള്ള ഒരു ബെഡ്റൂമാണ്.
അത് നല്ല ഗംഭീരമായിട്ടുള്ള ബെഡ്റൂമാണ്. 2 പാളിയുടെ ഒരു ജന്നലും പിന്നെ 6 അടി നീളം 5 അടി വീതിയുടെ ഒരു ടോയ്ലറ്റും. ഫ്രണ്ടിൽ ഒരു ഡോറും അതിൽ കൂടി ചേർന്ന് തന്നെ 2 മീറ്ററിൻ്റെ ഒരു ജന്നലും. ഇനി ഞാൻ ഇതിൻ്റെ മേളിൽ കയറിയാണ്. മേളിൽ കയറിയിട്ട് ഇതിൻ്റെ വ്യൂ മൊത്തത്തിലൊന്ന് കാണിക്കാനാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പം മൊത്തം ആയിട്ടുള്ളത് ഏകദേശം 13 ദിവസത്തെ വർക്കാണ്. ഏകദേശം 39 മേശിരിയായി, പിന്നെ ഹെൽപ്പറും. ഏകദേശം നമുക്കതിൽ കോസ്റ്റ് വന്നിരിക്കുന്നത് 93,000 രൂപയാണ് നമുക്കിപ്പോൾ ഈ ലിൻഡിൽ മട്ടം കെട്ടി തീർന്നപ്പോൾ നമുക്ക് ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു വീടാണ്, നല്ല ഏരിയ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് ആയത്. കാരണം 6,500 സ്ക്വയർ ഫീറ്റോളമുണ്ട്. നല്ലൊരു വർക്കാണ് നമ്മൾ ചെയ്തത്. നല്ലൊരു വർക്കും ആയിരുന്നു, നല്ല സ്പീഡ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത്രയ്ക്കും പിന്നെ നല്ല വെയിലും ആയിരുന്നു. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. കാറ്റെന്ന് പറയുന്ന സാധനമേ ഇവിടെ ഇല്ല. എന്നാലും നമ്മൾ ആരും തളരാതെ നിന്ന് ഒരേപോലെ നിന്ന് വർക്ക് ചെയ്തു. അപ്പം ഇത് സെൻസേഡ് മട്ടമായി. ഇനി ഇതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ബാക്കി വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന്. പിന്നെ ഇത് സിറ്റ് ഔട്ടാണ് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. ഈ കാണുന്ന കറങ്ങി വരുന്നത് സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ട്. പിന്നെ ഈ നേരെ കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. അതിലൊരു സിറ്റ് ഔട്ട് പോലെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗ്ലാസ്സാണ്, മുഴുവൻ ഗ്ലാസ്സാണ്. ഈ 2 സൈഡിൽ ഫില്ലറാണ് വരുന്നത്. ഈ ഫില്ലർ മേള് വരെ ഒരേപോലെ അങ്ങ് പോകും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ച്. അടുത്ത വീഡിയോ കാണാം.